ഹലോ, ഇന്ന് ഞാൻ ഗോതമ്പ് കൊണ്ട് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആദ്യം എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ പഞ്ഞി പോലെ സോഫ്റ്റായ ഇൻസ്റ്റൻറ്റ് പാലപ്പാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളമല്ലേ, അത് 2 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിക്കരുത്, അപ്പം നമ്മുടെ മാവ് വെന്ത പോലെ ആവും. അപ്പം ചെറു ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. തിളച്ച വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് നന്നായി മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് സാധാരണ വെള്ളമല്ല, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കുക. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് വരണം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാറ്ററിൻ്റെ പകുതി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. തേങ്ങയുടെ തരിയൊന്നും അതിലേക്ക് എടുക്കരുത്, അപ്പോൾ നന്നായി അരച്ചെടുക്കണം. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ മുഴുവനായിട്ട് അരച്ചിട്ട് ഞാൻ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തലേ ദിവസമാണ് ഇതുപോലെ അരച്ചേക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടാൽ മതി. ഇതിപ്പോൾ അരമണിക്കൂറിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ടാണ് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ വെള്ളം കുറച്ച് കുറവാണ്, അപ്പോൾ ഞാനൊരു 1/4 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാവ് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ ലൂസാക്കാൻ വേണ്ടി നോർമൽ വാട്ടർ ഒരു 1/4 കപ്പ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. തണുപ്പുള്ള ക്ലൈമറ്റിൽ മാവ് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചെറു ചൂടുള്ള വെള്ളമല്ലേ, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മാവ് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഇതുപോലെ മൂടി വെച്ചിട്ട് അരമണിക്കൂർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫെർമെൻ്റ് ആവുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം സവാള 3 എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനൊരു 5 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്, അതുകൂടി ഇട്ടിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് കുക്കാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം എരിവ് ഇഷ്ടമല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാട്ടോ. ഇനി ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്, അതുകൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി പുഴുങ്ങി മാറ്റി വെച്ച മുട്ട 5 ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വീണ്ടും കുക്കാക്കി എടുക്കണം. 2 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് വേപ്പില, അതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മാവ് ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പാലപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചിറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഹോൾസൊക്കെ വന്നതിന് ശേഷം മൂടി വെച്ചാൽ മതി ട്ടോ.
അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം നല്ല സോഫ്റ്റായ ഹോൾസൊക്കെ വന്നാൽ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്ത പാലപ്പം ഇതുപോലൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാ പാലപ്പം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. പാലപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നന്നായി സോഫ്റ്റ് ആണ് എന്നുള്ളത്. കണ്ട നിറച്ച് ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായ പാലപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കൂടിയിട്ട് മുട്ട റോസ്റ്റ് കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതുപോലെ സിമ്പിളായ വീഡിയോയുമായി വീണ്ടും വരാം.